ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ ഭിക്ഷക്കാർ വരും. വീട്ടിൽ ഭിക്ഷക്കാർ വരുമ്പോൾ ഉമ്മ അകത്ത് പോയി ഒരു നാഴി അരി എടുത്ത് ഒരു മുറത്തിലിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ വിളിച്ചിട്ട് രണ്ടറ്റവും ഞങ്ങൾ 4 വയസ്സും 5 വയസ്സും പ്രായമുള്ള ഞങ്ങൾ കുട്ടികളെ പോലെ പിടിപ്പിക്കും. എന്നിട്ട് അവരുടെ മടിക്കുത്തഴിച്ചിട്ടാണ് അവരിങ്ങനെ കാണിക്കുക. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇപ്പോഴും എൻ്റെ തലച്ചോറില് ആ അരി ചെന്ന് വീഴുന്ന സെറുന്നുള്ള ശബ്ദമുണ്ട്. അതങ്ങ് വീണ് കഴിഞ്ഞിട്ട് ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ തലയിൽ തലോടി മോനെ നന്നായി വരും കേട്ടോ എന്ന് പറയും. അന്ന് എൻ്റെ ഉമ്മ എന്നോട് ഖുറാനൊന്നും അധികം ചൊല്ലി പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബിയുടെ ചരിത്രമൊന്നും അധികം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ പകർന്നു കൊടുക്കുന്നിടത്താണ് നമ്മളിലുള്ളത് എന്താണോ അത് അത്യാവശ്യക്കാരായവരിലേക്ക് പകർന്നു കൊടുക്കുന്നിടത്താണ് ജീവിതത്തിന്റെ ധന്യത ഇരിക്കുന്നത് എന്ന് ഇന്നും വളരെ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു 10 ആളെ എന്നോട് എടുത്ത് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെയാണ് പറയാം. എൻ്റെ ഉമ്മ എല്ലാ മാസവും എന്നെ വിളിക്കും. വിളിച്ചിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്, നീ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല, നിന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ അടിമുട്ടിയുടെ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണു, അവനിപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കാൻ എനിക്ക് ഒരു സമാധാനമില്ല, എങ്ങനെയെങ്കിലും ഒരു 15,000 രൂപ സംഘടിപ്പിച്ചായിരുന്നു. ഇന്നും ഉമ്മയുടെ ചുറ്റും ഒരു 15 ആളെങ്കിലും പ്രശ്നക്കാരായിട്ട് ഉമ്മയുടെ അടുത്ത് വരികയും ആ 15 ആൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 30,000 രൂപയെങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ സംഘടിപ്പിച്ച് ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ്. ഇതെന്ത് തുടങ്ങിയതല്ല, ഉമ്മാക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ ഒരു വെളിച്ചം, ആ ഒരു തൃപ്തി, ആ ഒരു സമാധാനം ഞാൻ ഉമ്മയുടെ മുമ്പിൽ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീടൊക്കെ വിട്ടുപോയി ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞാൻ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അപ്പൊ ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം. അപ്പൊ അന്ന് വീട്ടിൽ ക്ലാസ് എടുക്കുന്ന ദിവസമാണ്. അപ്പൊ ഗൂഗിൾ മീറ്റ് ആണ്, എല്ലാവരും വീഡിയോയിൽ വന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ വീട്ടിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഉമ്മാടെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര നാണൊക്കെയാണ്, എന്നാലും ഞാൻ ഉമ്മാനെ പിടിച്ചോണ്ടെന്ന് ഇരുത്തി. അപ്പൊ ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഒരു കൈലാസ് എന്ന് പറയുന്ന വടകരയിലുള്ള എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഉമ്മ മോനിങ്ങനെ നാടൊക്കെ വീടൊക്കെ വിട്ട് ഉമ്മാനെയും വീട്ടൊക്കെ ഉപേക്ഷിങ്ങനെ അലഞ്ഞ് നടക്കുകയാണല്ലോ, പലരുടെ അടുത്തും പലതും പോയി പറഞ്ഞതൊക്കെ. അവരിഞ്ഞിപ്പോൾ നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ സാമൂഹ്യ പ്രവർത്തനവും ഈ പുസ്തക എഴുത്തും ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് ഉമ്മാടെ കൂടെ തന്നെ വന്ന് ഉമ്മാനെ നോക്കി വീടും നോക്കി ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഉമ്മ ഹാപ്പി ആവും. ഉമ്മ പറഞ്ഞ മറുപടി നീ ഞെട്ടിച്ചളഞ്ഞു. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഹാപ്പി ആവില്ല, എനിക്ക് മാത്രമായിട്ട് അവനെ വേണ്ട. പക്ഷെ അവനിങ്ങനെ ഇടയ്ക്ക് കൂടെ വന്നാൽ നിങ്ങളോടൊക്കെ ഈ ചെലവഴിക്കുന്ന അവൻ ഇടയ്ക്ക് കൂടി എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് ഹാപ്പി ഉള്ളൂ. അതിന് ഈ ഗുരു പറയുന്ന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമെന്ന് പറയുന്ന ഒരു ദർശനം 100% ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ. ഉമ്മതൊന്നും വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല. അത് അവർ ഒരിക്കൽ പോലും ഉമ്മാനെ മാത്രം, ഉമ്മയുടെ കുടുംബത്തെ മാത്രം സെന്ററാക്കി ചിന്തിക്കുന്നതിന് കണ്ടിട്ടില്ല. ഇന്ന് വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഉമ്മാനെ അനുഭവിക്കുന്നുണ്ട്. ഉമ്മ അങ്ങനെ വലിയ പ്രാർത്ഥനയുടെ ആളോ ധ്യാനത്തിന്റെ ആളോ ഒന്നല്ല, പക്ഷെ പീസ്ഫുൾ ആണ്, ഉള്ളിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ബോധത്തിന്റെ സ്വാസ്ഥ്യം ഇരിക്കുന്നത് എനിക്ക് ആത്മസുഖത്തിന് ആചരിക്കുന്ന എൻ്റെ ചിന്തയും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ഏതെങ്കിലും തരത്തിൽ എനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് സ്വസ്ഥത നൽകുന്ന തരത്തിൽ ഞാനത് പ്രസരിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മളുടെ തലച്ചോറിൽ സ്വാസ്ഥ്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. കഴിഞ്ഞ 75 വർഷമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ റിലേഷൻഷിപ്പ് എന്ന ഒരു സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഗവേഷണം അവസാനം കൊണ്ടെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന മനുഷ്യർ, സന്തോഷമുള്ള മനുഷ്യർ, അവർ റിസർച്ചാണ്, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവർ ഒരു നിഗമനത്തിലെത്തിയത് ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി, ബന്ധങ്ങൾ പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി, ബന്ധങ്ങളിലെ ഇണക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സദാ ശ്രദ്ധയോടെ ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ബ്രെയിനിനെ വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നാണ്. അവരെ 780ഓളം ആളുകളെ വെച്ചിട്ട് 75 വർഷം മുമ്പ് തുടങ്ങിയ പരീക്ഷണമാണ്. അതിൽ കുറേ പേര് മരിച്ചുപോയി.
അവസാനം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ 3ാമത്തെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളാണ് ആ നിഗമനം മുമ്പോട്ട് വയ്ക്കുന്നത്. ധനം സമ്പാദിക്കുന്നത് കൊണ്ടോ, ധ്യാനിക്കുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, അറിവ് നേടുന്നത് കൊണ്ടോ, കലാ സാഹിത്യ സംഗീതാദികൾ മുഴുകുന്നത് കൊണ്ടോ അല്ല ഒരാളുടെ ബ്രെയിൻ ഹാപ്പിനെസ് നിലനിർത്തുന്നത്. ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കുന്നത്, ഏകാന്തത അനുഭവിക്കാത്തത്, തലച്ചോറിൽ ശരീരത്തിൽ വാർദ്ധക്യം ബാധിക്കുമ്പോഴും തലച്ചോറ് യൗവനയുക്തമായിരിക്കുന്നത്, ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി സദാ ശ്രദ്ധയോടെ ജീവിച്ച മനുഷ്യരിലാണെന്നാണ്. അതാണ് ഗുരു. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തു എന്നും ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധം. നമ്മൾക്കൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ചേർന്നിരിക്കുന്നവരെല്ലാം എന്റെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന മനുഷ്യരാണ്. എന്റെ ഇഷ്ടത്തിനെതിരായി ചെറുതായി ഒന്ന് വിരലനക്കിയാലും എൻ്റെ പ്രിയപ്പെട്ട മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും പൊട്ടിത്തെറിക്കുന്ന ബോധത്തിന്റെ ഉടമകളാണ് ഇപ്പോഴും നമ്മൾ. അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാത്ത ബോധത്തിന്റെ ഉടമകളാണ്. അവിടെ എൻ്റെ അഭിപ്രായം പോലെ തന്നെ അവരുടെ അഭിപ്രായത്തിനും പ്രസക്തി ഉണ്ടെന്നും, എന്നെ പോലെ തന്നെ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, വരുമാനത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, ലിംഗത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, അറിവിൽ പ്രശസ്തിയിൽ ഒക്കെ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം. പക്ഷെ എന്നെ പോലെ തന്നെയുള്ള വ്യക്തികളാണ് അവരെന്നും തിരിച്ചറിഞ്ഞ് എൻ്റെ ജൈവികമായ പ്രാകൃത സ്വഭാവം, യാതൊരു തുല്യതയുമില്ലാത്ത സ്വഭാവം പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായി ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ ആ അകമണയാതെ അകതാരമർത്തി ഞാൻ എൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും സുഹൃത്തുക്കൾക്കും കൂടി സമാധാനം നൽകുന്ന തരത്തിൽ പ്രതികരണമായി വരാനുള്ള ഒരു ശ്രദ്ധ ഞാൻ എൻ്റെ ബോധത്തിൻ്റെ മുകളിൽ പുലർത്തുമ്പോൾ മാത്രമാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാവുക. അതിന് അകമണയാതെ അകതാരമർത്തേണ്ടതുണ്ട്. ഞാൻ ക്ഷമയോടെ ജീവിക്കേണ്ടതുണ്ട്. ഞാൻ ശ്രദ്ധയോടെ ജീവിക്കേണ്ട, ബോധപൂർവം ഞാൻ ആ കുട്ടിയെ നോക്കേണ്ടതുണ്ട്, അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ പോണ സ്ഥലത്തൊക്കെ പറയുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു അവസാനം നടത്തിയ 15 പ്രഭാഷണത്തിലും പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, അതുകൂടി പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കും. കുറച്ച് യൂട്യൂബൊക്കെ സജീവമായ സമയത്ത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യാനുണ്ട്. അവൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ ആ മൊബൈല് അമ്മ കാണാതെ എടുത്തിട്ട് ജനലിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനിതിപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി കുറേ തപ്പി, അത് കാണുന്നില്ല, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ നാരായണഗുരുവിന്റെ ദർശനം ഏറ്റവും ആഴത്തിൽ പറയാൻ പറ്റിയൊരു കഥ പോലെയാണ് എനിക്കത് തോന്നുന്നത്. അവൻ പറയുള്ളൂ, അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭയങ്കര സങ്കടത്തിലാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇന്ന് അമ്മയുടെ പ്രിയപ്പെട്ട ഒരു ഗ്ലാസിന്റെ കൈ തട്ടി വീണ് പൊട്ടി. അതിന് അമ്മ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നിനക്കൊക്കെ ജന്മം നൽകിയ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പൊട്ടിത്തെറിച്ചിട്ട് എന്നോട് ചീത്ത പറഞ്ഞത്. അമ്മയ്ക്ക് സങ്കടമായത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പക്ഷെ എൻ്റെ ചോദ്യം, ആ കുട്ടി ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യം, അമ്മയുടെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് പൊട്ടിയിരുന്നെങ്കിൽ അമ്മ എന്നെ ചീത്ത പറഞ്ഞതുപോലെ അമ്മയെ അമ്മ ചീത്ത പറയും. അമ്മ എന്തായിരിക്കും പറയാ? ഷോ, അറിയാതെ കൈതട്ടി പൊട്ടി എന്ന് പറയും. ഞാനും അറിഞ്ഞിട്ടാണോ കൈതട്ടി പൊട്ടി? അമ്മ അങ്ങനെ പറയും. ഇനി അച്ഛൻ്റെ കൈതട്ടിയാണ് പൊട്ടിയതെങ്കിൽ എന്താ പറയുക? ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞ പോലെ അമ്മ പറയില്ല. 3ാമതാ കുട്ടി പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. 3ാമതാ കുട്ടി പറഞ്ഞത്, വീട്ടിലൊരു ഗസ്റ്റ് വന്നെന്ന് കരുതാം. ആ ഗസ്റ്റിന്റെ കൈ തട്ടിയിട്ടാണ് അത് വീണ് പൊട്ടിയതെങ്കിൽ അമ്മ എന്താ ചെയ്യാം? ആദ്യം ചാടി വീണ ഗസ്റ്റിനെ ആശ്വസിപ്പിക്കും. ഇവിടെ ആദ്യം ഗസ്റ്റിനോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഗസ്റ്റ് സ്വാഭാവികമായിട്ട് അസ്വസ്ഥാവൂലോ, നിങ്ങൾ വിഷമിക്കണ്ട, ഗ്ലാസ് ആയാൽ പൊട്ടും. അതിപ്പോ താഴെ വീണ് പൊട്ടിയാലും 150 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ബേജാറാവേണ്ട കാര്യം, അത് വീണ് പൊട്ടി സാരില്ല, നിങ്ങളവിടെ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് അമ്മ ചൂലക്കായി വന്ന് ആ ചൂലുകൊണ്ട് ആ ഗ്ലാസിന്റെ പൊട്ടിയതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വളരെ കൂളായി അയാളുടെ ഇരുന്ന് വർത്താനം പറയും. അയാൾ ഒരിക്കലും അസ്വസ്ഥമാവാൻ അനുവദിക്കില്ല. എന്താ പറയുക? എൻ്റെ ചോദ്യം, ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാത്രം വീട്ടിൽ അതിഥിയായി വരുന്ന ആ ആളോട് ഇത്ര മര്യാദക്ക് അമ്മ പെരുമാറുന്നു.
ഒരു ജീവിതകാലം മുഴുവൻ കൂടെ കഴിയേണ്ട എന്നോട് എന്തിനാണ് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? എന്താ പറഞ്ഞിട്ട് ഓഫ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ മര്യാദയോടെ നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായാലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ ആൾ ആരാണോ അയാൾ അസ്വസ്ഥമാവാൻ അനുവദിക്കാതെ അയാളെ സ്വസ്ഥമാക്കി ഇരുത്തിക്കൊണ്ട് വളരെ ഋഷിതുല്യമായി ബുദ്ധ സമാനമായി പെരുമാറുന്ന ഒരാൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇല്ലാതെയല്ല, ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാൻ കഴിയുന്ന ഇടങ്ങളിലൊന്നും ബുദ്ധൻ വർക്ക് ചെയ്യില്ല. അവിടെ വർക്ക് ചെയ്യ പ്രാകൃതത്വമാണ്. അവിടെയാണ് ഗുരു പറയുന്ന അകമണയാതെ അകതാരമർത്തിടയണം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടായി വരിക. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മളിൽ ഇല്ലാത്തൊന്നും വരില്ല. ലോകത്ത് ഒരാളും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ അപൂർവമായിട്ടേ ഉള്ളൂ. ഞാനെപ്പോഴും പറയും, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മലർന്നു കിടക്കുന്ന കുഞ്ഞ് കമിഴ്ന്നു കിടന്ന് രണ്ട് കാലിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ എത്ര മൂക്കിടിച്ച് വീണും തലയിടിച്ച് വീണും മുട്ടിടിച്ച് വീണും എത്ര വീഴ്ചകളിലൂടെയാണ് രണ്ട് കാലിൽ നടക്കുന്നത്. അതിലൊരു വീഴ്ച പോലും തെറ്റാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ആ വീഴ്ചയിലൂടെ അല്ലാതെ രണ്ട് കാലിൽ നടക്കാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഓരോ വീഴ്ചയെയും ആ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രോത്സാഹിപ്പിച്ച് രണ്ട് കാലിൽ നടത്താനുള്ള സ്വയം ഉണരാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഗുരുവിന് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, വീഴുന്നത് ജൈവികമായ ഒരു തെറ്റല്ല, സ്വാഭാവികമാണ് വീഴുക എന്ന് പറയുന്നത്. എഴുന്നേറ്റ് നടക്കാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് വീഴുന്നവരെ ഒരിക്കലും കുറ്റം പറയരുത്, അത് നേച്ചുറലാണ്. വീണെടുത്ത് തന്നെ അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുറ്റം പറയാവൂ. എഴുന്നേറ്റ് നടക്കൂ എന്നാണ് പറയേണ്ടത്. നീ എന്തിനു വീണു എന്ന് ഒരിക്കലും ഒരാളോട് ചോദിക്കരുത്. നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നിരന്തരം പറയുന്നത് നീ എന്തുകൊണ്ട് തോറ്റു എന്നാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും പറയുന്നത്, നമുക്ക് താഴെയുള്ള എല്ലാവരോടും പറയുന്നത് നീ തോറ്റതിനാണ് നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒപ്പവും മുകളിലുള്ള ഒരാളുടെ കുറവും നമ്മൾ കുറവായി പറയുകയല്ല ചെയ്യാം. അത് സാരമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറയാം. നമുക്കൊപ്പത്തിനൊപ്പവും നമുക്ക് മുകളിലുമുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നമ്മൾ അനുഭവിക്കുമ്പോൾ കൂടുതലും നമ്മൾ പറയാം, സാരമില്ല, എന്ന് വിഷമിക്കണം, നമുക്ക് ശരിയാക്കാം, നമുക്ക് നോക്കാം, ഡോണ്ട് വറി എന്ന് പറയും. നമുക്ക് നോക്കാം, ഡോണ്ട് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ താഴെയുള്ളവരോട് പറയാൻ പറ്റാത്തത്? കാരണം നമ്മൾ ജാതിയിൽ ഇപ്പോഴും ഫാസിസ്റ്റുകളാണ്. നമ്മൾ ജാതി ഭേദമുള്ളവരും മതദ്വേഷമുള്ളവരാണ്. കാരണം നമുക്ക് നമ്മളെ താഴെ നിൽക്കുന്ന ഒരാളെയും നമ്മുടെ അഭിപ്രായത്തിന് വ്യത്യസ്തവും വിരുദ്ധവുമായി എന്ത് പറഞ്ഞാലും ദ്വേഷം വരും. നമുക്ക് കുട്ടികളോട് ദ്വേഷം വരും. നമുക്ക് അവരെ കുറഞ്ഞവരായിട്ട് പറയാം, സഹോദരരായിട്ട് ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നു വന്ന തുല്യതയുള്ളവരായിട്ട് പെരുമാറാൻ അനുഭവിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുകയില്ല. അവിടെയാണ് ഒരു പ്രാക്ടീസ്. അതാണ് ഗുരു പറയുന്നത്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണം. അരുളില്ല അതെങ്കിൽ അസ്ഥിതോത്സിരം നാറുന്ന ഒരുടമ്പുദാനം. ഇതാണ് അരുളെന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് പ്രാകൃതത്വമാണ്. ഒരാൾക്കൊരാളോട് സ്നേഹം തോന്നുമ്പോൾ പോയി സ്നേഹിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പുറത്ത് സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ വിവരറിയും. സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലോ, എനിക്ക് സ്നേഹം വരുമ്പോൾ ഞാൻ സ്നേഹിക്കും, ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് നാച്ചുറലായിട്ട് ഇരിക്കാനേ പറ്റും, മഹത്വം പറയണ പോലെ. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്താലും, ബാക്കിയുള്ളവർ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മളത് സംഭവിക്കും. സ്നേഹം വരുമ്പോൾ സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. നമ്മൾക്ക് സ്നേഹം വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നതിനെ അല്ല സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ഏത് മൂഡിലായിരിക്കുമ്പോഴും
നമ്മൾ ഏത് മൂഡിലായിരിക്കുമ്പോഴും നമ്മുടെ കരുതൽ ആവശ്യമുള്ള ഒരാൾ നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ ഒരു സ്പർശം ആവശ്യമുള്ള ഒരാൾ നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ മൂഡിനെ മാറ്റിവെച്ച് ആ ആളുടെ ആവശ്യത്തിന് പരിഗണന കൊടുത്ത്, ഒരുവനു നല്ലതും നല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധമാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ മൂഡിപ്പോൾ നല്ലതല്ല എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഞാൻ കാണാതിരിക്കരുത് എന്ന് മനസ്സിലാക്കി അകമണയാതെ അകതാരമർത്തി, എൻ്റെ മൂഡ് പുറത്തേക്ക് വരാതെ അതിനമർത്തി അപ്പുറത്തിരിക്കുന്നത് ഒരു കുട്ടിയാവട്ടെ ആരും ആവട്ടെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിലേക്ക് ഞാൻ എന്നെ ഉണർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാകുന്നത്. അത് ചെയ്യാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത് വളരെ നാച്ചുറലായിട്ട് ചെയ്ത ഒരു ജീവിതകാലം മുഴുവൻ നാരായണ ഗുരുവിൻ്റെ ജീവിതം ചെറിയ പ്രായം മുതൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മൊത്തം കാണാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു ശത്രുപക്ഷമില്ലായിരുന്നു. അപ്പുറത്തൊരു ശത്രുവിനെ വെച്ചിട്ട് തൻ്റെ ശരി സ്ഥാപിക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ മനുഷ്യൻ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടും ശീലം കൊണ്ടും നിവൃത്തികേട് കൊണ്ടും ആണ് അധപ്പതിച്ചിരിക്കുന്നതെന്നും അവനെയും കൂടി ചേർത്ത് എല്ലാവരെയും ഒരുമിച്ചാണ് ചേർത്ത് കൊണ്ടുവരേണ്ടത്. ജാതിബോധം ഇല്ലാതാവണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യബോധം ഇല്ലാതാവണം എന്നല്ല, എല്ലാ ജാതിബോധവും ഇല്ലാതാവണം എന്നാണ് പറയുന്നത്. എല്ലാ ജാതിയും ഇല്ലാതെയായി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി വ്യവസ്ഥയിലേക്ക് മനുഷ്യബോധം ഉണരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എന്നോട് തന്നെ സമരം ചെയ്തു തുടങ്ങുക. അവനവനോട് നിരന്തരം സമരം ചെയ്യാതെ ഒരാൾക്കും അവരനോട് സഹകരിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ അറിവാണ് ഈ അകമണയാതെ അകതാരമർത്തിടണം എന്നതിൽ ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഫരീദുദ്ദീൻ അത്താർ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കൊരു ശത്രു നിർബന്ധമാണെങ്കിൽ ആദ്യം അത് നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന വാക്കാണത്, അവരവരോട് സമരം ചെയ്യാത്ത ഒരാൾക്കും അവരനോട് സഹകരിക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യർ. അറിവിൽ നമ്മൾ മഹത്വമുള്ളവരായിരിക്കാം, പക്ഷെ അരിവിൽ പലപ്പോഴും നമ്മൾ വളരെ കുറവുള്ളവരാണ്. കുട്ടികളോട് മര്യാദയോടെ തന്നെ പോലെ തന്നെ വ്യക്തിയായി കണ്ട് പെരുമാറാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ് ഗുരുനിത്യ പറയുന്നത്. ഒരു കുഞ്ഞിന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതെ ആ കുഞ്ഞിന് പറയാനുള്ളത് മുഴുവൻ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെയാണ് കുട്ടിയെ കേൾക്കുന്നതെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ തുടർച്ചയായി പറയാനുള്ള കഥ കുട്ടിക്കുണ്ടാവും. നിർത്തൂല, പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അത്ഭുതപ്പെടും. ടോട്ടോച്ചൻ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാം. നമ്മൾ ടോട്ടോച്ചനിലെ അധ്യാപകനെ സ്നേഹിക്കുന്നവരാണ്, പക്ഷെ നമുക്ക് ആ അധ്യാപകന്റെ 7 അയലത്തെത്താൻ പറ്റുന്നില്ല എന്നാണ്. ഇതൊരു കുട്ടിയോട് മാത്രമല്ല, നമ്മൾ നിരന്തരം നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമ്മളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അപ്പുറത്തിരിക്കുന്നവർ കേൾക്കണം എന്നുള്ള നമ്മളുടെ മനോഭാവത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഞാനിനി കുറച്ച് സമയം അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന മനോഭാവത്തോടെ നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിൽ നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന് കരുതുന്നവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞവരെന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളവരെ കേൾക്കാനും അവരുടെ ഒപ്പം പ്രവർത്തിക്കാനും അവരെയും കൂടി ചേർത്ത് പിടിക്കാനും അവരിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു വ്യക്തിയെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമത്വത്തിൻ്റെ ഏറ്റവും കൊള്ളാവുന്ന അരിവിൻ്റെ ഒരു വഴി നമുക്ക് തുറന്നു തന്ന നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് നമ്മളെ തോന്നിപ്പിച്ച, നമ്മുടെ അടുത്ത കാല ചരിത്രത്തിൽ ജീവിച്ച ഒരു കൊള്ളാവുന്ന മനുഷ്യനായിട്ടാണ്